ഹായ് ഗൈസ്, ഫ്രൈഡേ ട്രിപ്പിൽ പോവാണ് കേട്ടോ. എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറിയാത്ത ഡാമിലേക്കാണ് കേട്ടോ പോകുന്നത്. 1 മണി ആയിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഫുഡും കാര്യങ്ങളൊക്കെ ഇത് പാക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇത് കയറുന്നുണ്ട്. ഞാൻ തിരയിൽ കാണിക്കാം. ബൈ. കുറച്ച് ട്രാവലിംഗ് ഉണ്ട് കേട്ടോ, ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. ഓക്കെ, നമ്മളിവിടുന്ന് ട്രിപ്പ് പോകുമ്പോൾ, അതായത് ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മളെ ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ടാവും കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ വീട്ടിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത്. പിന്നെ ഒരു സ്പോട്ടിൽ ആ ടൈമിങ്ങിൽ എല്ലാവരും കൂടിയിട്ട് എത്തി കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്ത് ടീ ഒക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായിട്ട് വീണ്ടും ട്രാവൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എടുത്ത വീഡിയോയും കാര്യങ്ങളൊക്കെയാണിത്. ഇപ്പം നമ്മൾ കൊറിയാത്ത ഡാമിൻ്റെ എൻട്രിയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഫീസ് ഏർപ്പാടാക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യമൊന്നും ഫീസ് ഉണ്ടായിരുന്നില്ല, എൻട്രി ഫീ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പെർ ഹെഡ് വലിയവർക്കാണ് കേട്ടോ. 1 റിയാലാണ്, 1 റിയാൽ കുട്ടികൾക്ക്. അപ്പം നമ്മൾ ഡാമിൻ്റെ ടോപ്പിലെത്തിയിട്ടോ. ഡാമിൻ്റെ സൈഡിലുള്ള ഒരു പാർക്കാണ് കേട്ടോ ഇത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഏരിയയും അതുപോലെ നമുക്ക് അത്യാവശ്യം വലിയൊരു ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഫോട്ടോസിനും വീഡിയോസിനൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അത്യാവശ്യം സ്പേസ് ഉണ്ടായിരുന്നു. നോർമലി നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളതാണ്. ഇപ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഡാമിൻ്റെ താഴെ നിന്ന്, അതായത് ഇപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ നമ്മൾ ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു കുട്ടി പ്ലേ ഏരിയയിൽ വെച്ച് കളിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എന്തോ കരച്ചിലൊക്കെ ആയപ്പോൾ സമാധാനിപ്പിക്കുന്ന രംഗമാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. ഞങ്ങൾ സിസ്റ്റർ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10 ഡേയ്സിനാണ് കേട്ടോ വന്നത്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ മാക്സിമം പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പുള്ളിക്കാരിക്ക് പിന്നെ ഈ മാളുകൾ വിസിറ്റ് അങ്ങനത്തെ ഒന്നും താല്പര്യമില്ല. കാരണം നമ്മൾ ഇവിടെ ഒമാനിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല, അങ്ങനെയുള്ള ഒരു വൈബിലാണ് വന്നത്. പക്ഷെ നമ്മളുടെ ഓരോ സ്ഥലങ്ങളും കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ. ഒരുപാട് സ്ഥലത്തൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. നമ്മൾ മെയിൻ സ്പോട്ടുകളൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അതിനുള്ള ടൈമും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇത് ഡാമിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ഇപ്പോൾ പക്ഷേ വെള്ളം ഒന്നുമില്ല. പക്ഷെ കഴിഞ്ഞ വട്ടം മഴയുടെ സമയത്ത് ഇവിടെ ഷട്ടർ ഓപ്പൺ ചെയ്തിട്ടും അതുപോലെ വെള്ളമൊക്കെ നിറഞ്ഞിട്ട് ഉള്ള ആ ഒരു വീഡിയോ കാര്യങ്ങളും എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ഇപ്പോൾ നോർമൽ എന്താ പറയുക, മഴ ഇല്ലാത്ത സമയത്തും അതുപോലെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്ക് അവിടെ താഴെ പോകാൻ പറ്റും കേട്ടോ. അവിടെ പോയിട്ട് അവിടെ ഇറങ്ങാനൊക്കെ പറ്റും. ഓക്കെ ഗൈസ്, നമ്മൾ ഈ സ്റ്റെപ്പ് കയറിയിട്ട് ഇതിന് മുകളിൽ നിന്നുള്ള വ്യൂ കാണാൻ വേണ്ടി കയറുന്നത് കേട്ടോ.
ഞാൻ അങ്ങോട്ട് ക്യാമറ ആക്കില്ലേ എന്നോട് കൊല്ലുന്നെ. ടോപ്പിൽ വന്നിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഡാമിന്റെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബന്റേല് കൊടുത്തു വീഡിയോ ഞാൻ എടുക്കണ്ടേ സ്വാധീനല്ലേ സ്വാധീനം മുകളിൽ നിന്ന് എല്ലാവരും താഴോട്ട് വന്നു കേട്ടോ. കാരണം ആ ഒരു ഡാമിൻ്റെ നേരത്തെ കാണിച്ചിരുന്നല്ലോ, അപ്പോൾ അവിടെ താഴെ ഡാമിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ഭാഗത്തേക്കാണ് കേട്ടോ നമ്മൾ വന്നത്. ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് തപ്പാനാണ് കേട്ടോ വന്നത്. അപ്പോൾ എല്ലാവരും വണ്ടിയൊക്കെ സൈഡാക്കി ചേട്ടന്മാർ ഇരിക്കാനുള്ള ഫുഡ് സേഫായിട്ട് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. നേരത്തെ നമ്മൾ പോയത് മറ്റേ ഡാമിൻ്റെ മുകളിലുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മൾ ഡാമിൻ്റെ താഴെയുള്ള വ്യൂവിലാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. അങ്ങോട്ട് പോകുന്നില്ല. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോവുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ മഴയൊക്കെയുള്ള സമയത്ത് ഡാമൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാമിൻ്റെ ഷട്ടറൊക്കെ തുറക്കും. ആ വെള്ളമൊക്കെ പോകുന്ന ഒരു വീഡിയോ ഒക്കെ പലരും കണ്ടിട്ടുണ്ടാവും. ആ ഒരു ഭാഗത്താണ് കേട്ടോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഇത് കറക്റ്റായിട്ട് വ്യൂ ഒക്കെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ആ ഭാഗത്തേക്ക് പോവുള്ളൂ. അപ്പോൾ ജസ്റ്റ് കണ്ടിട്ടേ ഇല്ല. ഇനിയാണ് കേട്ടോ നമ്മൾ മെയിൻ പരിപാടിയിലേക്ക് കടക്കുന്നത്. ഇത്രയും സമയം ഒരു 4:30 ആയിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട്. കാരണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മുകളിലോട്ട് പോയി, അവിടെ പോയിട്ട് അവിടുത്തെ സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ അവിടെ നിന്ന് വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. എല്ലാവരും അവരുടെ വീട്ടിൽ ഉണ്ടാക്കിയ ഫുഡാണ് കേട്ടോ. ഓരോരുത്തരും ഓരോ സ്പെഷ്യലായിരുന്നു. പിന്നെ ഇപ്പം നോലുമ്പ സീസൺ തുടങ്ങിയ കാരണം നമ്മളെ ടീമിലെ 2 ടീമിന് നോലുമ്പായിരുന്നു. അതുകൊണ്ട് ഫുള്ള് വെജായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ നൊസ്റ്റാൾജിയ ഐറ്റം ലൂബിക്ക് ഉപ്പിലിട്ടത് നമ്മൾ ചങ്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കുട്ടികളും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. വെജ് വിഭവം ഇങ്ങനെ ആസ്വദിച്ച് കഴിച്ചത് ആദ്യമായിട്ടാണ് എല്ലാവരും. ഇത് പ്രത്യേക വൈബ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ടൈമും കൂടി വരുമ്പോൾ നല്ല തണുപ്പും തുടങ്ങുന്ന സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേഗം ഫുഡൊക്കെ കഴിക്കുക. പിന്നെ മാക്സിമം നമുക്ക് ഇരുട്ടധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം കാലാവസ്ഥ അങ്ങനത്തെ സംഭവങ്ങൾ, കുട്ടികൾ എല്ലാവരും ഉണ്ടല്ലോ. അപ്പം നമ്മൾ മിക്കവാറും നമ്മൾ വേഗം പോകാനൊക്കെയുള്ള പരിപാടിയാണ്. ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടല്ലോ. പിന്നെ പെട്ടെന്ന് ഇരുട്ടാവുകയും ചെയ്യും. അപ്പോൾ നമുക്കധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാനും പറ്റില്ല. ഓക്കെ,
കപ്പിൾ ഡാൻസോട് കൂടിയിട്ട് ഇന്നത്തെ പ്രോഗ്രാം നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മളെ ട്രിപ്പ് കഴിഞ്ഞു, എല്ലാവരും തിരിച്ച് പോകാനുള്ള സമയമായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ കൂട്ടുകൂടാൻ മടിക്കാണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ, താങ്ക് യു.